കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് പോര് അത് തുടരുകയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നേ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ച മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിച്ചത് അപക്വമായെന്നാണ് അഭിപ്രായം. അതിനിടെ ദില്ലിയിലെത്തിയ രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി എന്നാണ് വിവരം. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളെയും കണ്ടേക്കും. നിലവിൽ സംസ്ഥാനത്ത് തുടരുന്ന മുഖ്യമന്ത്രി ചർച്ചകളിലെ അതൃപ്തി ചെന്നിത്തല നേതാക്കളെ അറിയിക്കും. അതേസമയം തന്റെ പേരിൽ നടക്കുന്ന ചർച്ചകളെ പൂർണ്ണമായും തള്ളുന്നുണ്ട് KC വേണുഗോപാൽ. നോബിൾ മാരിക്കാരനും അതോടൊപ്പം TV പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നോബിളിലേക്ക്. നോബിൾ, എൻ്റെ പാർട്ടി, നമ്മുടെ പാർട്ടി മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഓരോ കോൺഗ്രസ്സുകാരനും നിരാശയോടുകൂടി ചോദിച്ചു പോകുന്ന തരത്തിലാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല അകത്തും പുറത്തുമൊക്കെ ഈ നേതാക്കളുടെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് നടക്കുന്നത്. ഹൈക്കമാൻഡ് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. ഹൈക്കമാൻഡിന് നേരിട്ട് മുതിർന്ന നേതാക്കൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരാതി അറിയിച്ചതുമാണ്. പക്ഷേ ഒരു മാറ്റവുമില്ല, അതിങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾ, ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഷിയാസ് കീർത്തന, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ ചേരിതിരിഞ്ഞുള്ള പോര് തന്നെയാണ്. സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. കൃത്യമായതിന് ഒരു വശത്ത് KC വേണുഗോപാലിന് വേണ്ടി, മറുവശത്ത് VD സതീശിന് വേണ്ടി, മറ്റു വശത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അത്തരത്തിൽ പ്രവർത്തകർ അതോടൊപ്പം തന്നെ അനുയായികളൊക്കെ വലിയ തരത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് സമൂഹ മാധ്യമത്തിലാണ് എന്ന് വേണം നമുക്ക് വിശദീകരിക്കാൻ. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പലരും, പ്രത്യേകിച്ച് ഈ ചർച്ചകൾ ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് എത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അത് എത്തിയെങ്കിൽ പോലും ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇപ്പോൾ തുടരുന്ന ഈ ചർച്ചകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത അതൃപ്തി ഉണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം സോണിയാഗാന്ധിയെ കണ്ടുകൊണ്ട് അദ്ദേഹം അതൃപ്തി അറിയിക്കും എന്ന് മനസ്സിലാക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളെയും കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം ഉള്ളത്. ഏതാണെങ്കിലും നിലവിൽ ഈ ചർച്ചകൾ, പ്രത്യേകിച്ച് ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാൽ ആകട്ടെ, സണ്ണി ജോസഫ് ആകട്ടെ, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ ചർച്ചകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. കാരണം ഇപ്പോൾ തുടർന്ന് ചർച്ചകൾ ആരോഗ്യകരമല്ല, അത് പ്രവർത്തകർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ നേതാക്കൾ വ്യക്തമാക്കിയത്. അപ്പോഴും ഈ പോസ്റ്റുകൾ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് വരുന്നതൊക്കെ തുടരുന്നു എന്നാണ് നിലവിലത്തെ പ്രതിസന്ധി. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചും അത് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം സർക്കാർ അധികാരത്തിൽ വരുമെന്ന്, UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് അടക്കം ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ചർച്ചകൾ പാർട്ടിയിൽ അവമതിപ്പുണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമായും നേതാക്കൾ ഇത്തരത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അണികൾക്കിടയിൽ നിന്ന് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാത്തതാണ് പ്രധാന പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ ഇക്കറിഞ്ഞ അദ്ദേഹത്തിന്റെ അതൃപ്തി കൃത്യമായി തന്നെ അറിയിക്കും എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോട് ഒരു പക്ഷേ പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള നീക്കങ്ങളോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് അറിയിക്കാനുള്ള സാധ്യത നിലവിൽ ഇതിനോടകം തന്നെ പരസ്യപ്രതികരണം വേണ്ട എന്നൊരു അനൗദ്യോഗിക അറിയിപ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ പോലും KC സുധാകരനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇട്ട സമൂഹ മാധ്യമ പോസ്റ്റൊക്കെയാണ് വലിയ തരത്തിൽ ഈ വിവാദത്തെ ആളിക്കത്തിച്ചത് എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും നിലവിൽ ഈ പറഞ്ഞ നേതാക്കളെല്ലാം പരസ്യമായി തന്നെ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചയെ തള്ളുകയാണെങ്കിൽ പോലും അതിനപ്പുറം നേതാക്കളുടെ കൂടി അറിവോടെയാണ് ഇങ്ങനെ ചർച്ച നടക്കുന്നത് എന്നൊരു പ്രതീതി, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കാതെ അത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനമായി മറ്റു പക്ഷം ഉന്നയിക്കുന്നത്. താൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇല്ല എന്നുകൂടി പറയാൻ KC വേണുഗോപാൽ ഇന്നലെ തയ്യാറായില്ല എന്നും ഏറ്റവും ശ്രദ്ധേയമാണ്. അതാണെങ്കിലും മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിനകത്ത് സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നേതാക്കൾ വലിയ തരത്തിൽ എതിർപ്പ് അറിയിക്കുന്നത്. ആ എതിർപ്പ് നേതാക്കൾ പറയുമ്പോഴും സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചകൾ തുടരുന്നു എന്നത് ഈ ചർച്ചയുടെ ചൂട് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, നേതാക്കൾക്ക് പുറമെ അണികൾക്കിടയിലാണ് ചർച്ചകൾ സജീവമായിരിക്കുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. TV പ്രസാദ് കൂടി ചേരുന്നു. പ്രസാദ്, കോൺഗ്രസ് ഇപ്പോൾ മൂന്നായി തിരിഞ്ഞ സാഹചര്യം. ഒരു ഭാഗത്ത് KC പക്ഷമുണ്ട്, മറുഭാഗത്ത് ചെന്നിത്തല പക്ഷമുണ്ട്, മറുഭാഗത്ത് VD സതീശൻ പക്ഷമുണ്ട്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൂവരെയും കേന്ദ്രീകരിച്ച് ചർച്ചകൾ ഇപ്പോഴും തുടരുകയല്ലേ? ഫാൻസ് പോര് അതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോവുകയല്ലേ? കീർത്തന, ഷിഹാസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ മൂന്നായി തിരിഞ്ഞുകൊണ്ടാണ് ശക്തമായ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. മൂന്ന് പേർക്കും വേണ്ടി വലിയ ക്യാമ്പയിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ സുധാകരന്റെ പോസ്റ്റ് വന്നതാണ് വലിയൊരു തരത്തിലുള്ള ചർച്ചയായി മാറുകയും ചെയ്തത്. ബാക്കിയെല്ലാം മുഖമില്ലാത്ത ഫേസ്ബുക്ക് ഐഡികളാണ് എന്ന രീതിയിലൊക്കെയാണ് നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടായതെങ്കിൽ സുധാകരൻ കൂടി KC വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തിയതോടുകൂടിയാണ് ചിത്രം മാറിയത്. അതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇപ്പോഴാണെങ്കിൽ നിലവിൽ അധികാരത്തിൽ എത്തിയില്ല. മെയ് 4-ന്
വോട്ടെണ്ണൽ നടക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഭരണം ഉറപ്പിച്ചിട്ടാണ് ഈ രീതിയിലുള്ള കലഹം തുടരുന്നത് എന്നതാണ്. ഇതിൽ ഒറ്റൊരു കാര്യമാണുള്ളത്, അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടാവുക എങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കെ.സി. വേണുഗോപാലിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകും. അത് ഹൈക്കമാൻഡിന്റെ മാത്രം കാര്യമല്ല. ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും കെ.സിയോട് അടുത്ത് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, മത്സരിക്കുന്നതിന് മുമ്പ് വി.ഡി. സതീശനൊപ്പമോ അല്ലെങ്കിൽ കെ.സി. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമോ ഉണ്ടായിരുന്നവർ പോലും ഈ ഒരു ഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ ഭാഗത്തേക്ക് മാറി എന്നൊരു സൂചനയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം പ്രധാനമാണ്. അതിൽ കെ.സി. വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും കെ.സി. വേണുഗോപാലാവും. ഇനി അതല്ല, തനിക്ക് താല്പര്യമില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല അതല്ലെങ്കിൽ വി.ഡി. സതീശൻ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നിലവിലുള്ള എണ്ണം വെച്ച് നോക്കിയാൽ മത്സരിച്ചതിൽ കൂടുതൽ പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തലക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതല്ല കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. പൊരുതി ജയിച്ചത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് വളരെ സജീവമായി കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമെല്ലാം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നത് കെ.സി. വേണുഗോപാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നിന്നോളൂ, ആ സംഘടനാ ശേഷി അവിടെ വേണ്ടതുണ്ട് എന്ന പ്രചരണമാണ് വി.ഡി. സതീശന്റെ ആളുകൾ നടത്തുന്നത്. എന്തായാലും കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ 3 പേരുകാർക്ക് വേണ്ടിയും ഫാൻസ് അസോസിയേഷൻ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ 3 പേരും പറയുന്നില്ല എനിക്ക് മുഖ്യമന്ത്രിയാവണ്ട എന്ന കാര്യം. ഷിഹാസ്, കീർത്തന. ശരി, ടി.വി. പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മെയ് 4 ആവണം ഫലം അറിയാൻ. അതിനു മുന്നേ കസേരക്കളിയും പിടിവലിയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഒരു ഭാഗത്ത് ഓരോ പക്ഷക്കാരുടെയും അനുയായികളുടെ ഭാഗത്തു നിന്നുള്ള പ്രചാരണം തുടരുകയാണ്. ടി.വി. പ്രസാദും നോബിൾ മാരിക്കാരനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.